ഊണെല്ലാം കഴിച്ചു, പഠിക്കാൻ എല്ലാവരും റെഡിയാണ് അല്ലേ? ഇന്ന് ടീച്ചർ കമ്പ്യൂട്ടറാണ് പഠിപ്പിക്കാൻ പോകുന്നത്. നമ്മൾ ഏത് ലെസണാണ് പഠിച്ചുകൊണ്ടിരുന്നത്? നോട്ട് പാഡ് എന്ന് പറയുന്ന ലെസണാണ് അല്ലേ? ടീച്ചർ ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത് അതിന്റെ കണ്ടിന്യൂഷൻ ആണ് കേട്ടോ. സം ഹാർഡ് വേർഡ്സ് ആർ written on the board. All of you listen here. Number 1, file menu. FILEMENU. File menu. Number 2, dialog box. DIALOGBOX. Dialog box. Number 3, exiting. 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 Number 4, immediately. 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 Let us move on to the text. All of you listen here. Take page number 44. സേവിങ് ദ ഫയൽ. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്, ഒരു ഫയൽ എങ്ങനെയാണ് സേവ് ചെയ്യുന്നതെന്നാണ്. ഓക്കെ, സേവിങ് ദ ഫയൽ ഹെൽപ്സ് us ടു വ്യൂ ഇറ്റ് ആഫ്റ്റർ സം ടൈം ഓർ ഈവൻ ആഫ്റ്റർ എ ലോങ് ടൈം. അപ്പോൾ നമ്മൾ എന്തിനാണ് ഒരു ഫയൽ സേവ് ചെയ്യുന്നത്? അപ്പോൾ ഫയൽ സേവ് ചെയ്യുന്നത് നമ്മൾ എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? അപ്പോൾ ടു വ്യൂ ഇറ്റ് ആഫ്റ്റർ സം ടൈം, കുറച്ച് സമയം കഴിഞ്ഞ് നമുക്കൊരു ഫയൽ കാണണം, അല്ലെങ്കിൽ കുറേ നാളത്തേക്ക് ശേഷം നമുക്കൊരു ഫയൽ കാണാം എന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ ഫയൽ സേവ് ചെയ്താലേ നമുക്കതിന് സാധിക്കുകയുള്ളൂ. ഓക്കെ, വി ക്യാൻ സേവ് ദ ഫയൽ ബൈ ദ ഫോളോയിങ് സ്റ്റെപ്സ്. അപ്പോൾ ഫയൽ സേവ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ സ്റ്റെപ്സാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്? നമ്പർ 1, ക്ലിക്ക് ഓൺ ദ ഫയൽ മെനു. അപ്പോൾ ഫസ്റ്റ് വൺ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫയൽ മെനു ക്ലിക്ക് ചെയ്യുക. ദെൻ ക്ലിക്ക് ഓൺ ദ സേവ് എസ് ഓപ്ഷൻ. പിന്നെ ഏതില്ല? സേവ് എസ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ദ സേവ് എസ് ഡയലോഗ് ബോക്സ് വിൽ അപ്പിയർ. അപ്പോൾ സേവ് എസിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഏത് വരുന്നു? സേവ് എസ് ഡയലോഗ് ബോക്സ് വരുന്നുണ്ട്. ക്ലിക്ക് ഓൺ ദ ഫയൽ നെയിം ബോക്സ് ടു ഗീവ് ദ നെയിം ഓഫ് ദ ഫയൽ. അപ്പോൾ അതെവിടെയാണ് ഫയൽ നെയിം ബോക്സ് എന്ന് പറയുന്നത്? ഇവിടെ ക്ലിക്ക് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഗീവ് ദ നെയിം ഓഫ് ദ ഫയൽ. ഫയലിൻ്റെ നെയിം നമുക്കിവിടെ എന്താണ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ദെൻ ക്ലിക്ക് ഓൺ സേവ്. ഏതിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്? ദ സേവ്. ഇവിടെ ക്ലിക്ക് ചെയ്യുക. സേവിൽ ക്ലിക്ക് ചെയ്യുക. ദ ഫയൽ വിൽ ബി സേവ്ഡ്. അപ്പോൾ എന്താവുന്നു? ഫയൽ സേവ് ആവുന്നു. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? ദെൻ ഓപ്പണിംഗ് ദ സേവ്ഡ് ഫയൽ. അപ്പോൾ എങ്ങനെയാണ് നമ്മളൊരു ഫയൽ സേവ് ചെയ്ത് കഴിഞ്ഞല്ലോ, ഈ സേവ് ചെയ്ത ഫയൽ ഓപ്പൺ ചെയ്യണമെങ്കിൽ ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്? മെനി ടൈംസ് വി നീഡ് ടു ഓപ്പൺ എ ഫയൽ വിച്ച് ഈസ് ഓൾറെഡി സേവ്. അപ്പോൾ നമ്മൾ നേരത്തെ സേവ് ചെയ്ത ഒരു ഫയൽ നമുക്കിപ്പോൾ എന്താണ് വീണ്ടും ഓപ്പൺ ചെയ്യണമെന്ന് നമുക്ക് തോന്നുകയാണ് അല്ലേ? നമ്മൾ എന്താ ചെയ്യേണ്ടത്? We can open the saved file by the following steps. അപ്പോൾ നമ്മൾ സേവ് ചെയ്ത ഒരു ഫയൽ ഓപ്പൺ ചെയ്യണമെങ്കിൽ നമ്മൾ എന്തൊക്കെ സ്റ്റെപ്സാണ് ഫോളോ ചെയ്യേണ്ടത്? നമ്പർ 1, ക്ലിക്ക് ഓൺ ദ ഫയൽ മെനു. ഫയൽ മെനു ക്ലിക്ക് ചെയ്യുക. നമ്പർ 2, ക്ലിക്ക് ഓൺ ഓപ്പൺ ഓപ്ഷൻ. നെക്സ്റ്റ് നമ്മൾ എന്താ ക്ലിക്ക് ചെയ്യേണ്ടത്? ഓപ്പൺ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ദ ഓപ്പൺ ഡയലോഗ് ബോക്സ് വിൽ അപ്പിയർ. അപ്പോൾ ഏതാ വരുന്നത്? ദ ഓപ്പൺ ഡയലോഗ് ബോക്സ് വരുന്നുണ്ട്. ദെൻ ക്ലിക്ക് ഓൺ ദ ഫയൽ ദാറ്റ് യു വാണ്ട് ടു ഓപ്പൺ. അപ്പോൾ നമുക്ക് ഏത് ഫയലാണോ ഓപ്പൺ ചെയ്യേണ്ടത് ആ ഫയലിൽ നമ്മൾ എന്ത് ചെയ്യുക? ക്ലിക്ക് ചെയ്യുക. ദെൻ ക്ലിക്ക് ഓൺ ദ ഓപ്പൺ ബട്ടൺ. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ദ ഓപ്പൺ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ദ ക്ലിക്ക് ഫയൽ വിൽ അപ്പിയർ ഓൺ ദ നോട്ട് പാഡ് വിൻഡോ ഇമ്മീഡിയറ്റ്ലി. അപ്പോൾ നമുക്ക് എന്ത് കാണാൻ സാധിക്കുന്നത്? നമ്മൾ ക്ലിക്ക് ചെയ്ത ആ ഫയൽ നമുക്ക് എവിടെ കാണാൻ സാധിക്കുന്നത്? നമ്മൾ ഓപ്പൺ ചെയ്ത ഫയൽ നമുക്ക് ആ നോട്ട് പാഡ് വിൻഡോയിൽ കാണാനായിട്ട് സാധിക്കുന്നു. നെക്സ്റ്റ് വി ഹാവ് ടു സ്റ്റഡി എക്സിറ്റിംഗ് ദ നോട്ട് പാഡ്. എങ്ങനെയാണ് നോട്ട് പാഡിൽ നിന്നും നമുക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റുന്നത്? പുറത്ത് പോകുന്നതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആഫ്റ്റർ ഫിനിഷിങ് അവർ വർക്ക് വി ഷുഡ് എക്സിറ്റ് ദ പ്രോഗ്രാം വിൻഡോ അല്ലേ? അപ്പോൾ നമ്മൾ ഫിനിഷ് ചെയ്തു, നമ്മൾ വർക്കെല്ലാം ഫിനിഷ് ചെയ്തു. അപ്പോൾ ഫിനിഷ് ചെയ്താൽ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഈ പ്രോഗ്രാമിൽ നിന്ന് നമുക്ക് എക്സിറ്റ് ആവണം. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? വി ക്യാൻ എക്സിറ്റ് ഫ്രം ദ നോട്ട് പാഡ് ബൈ ദ ഫോളോയിങ് സ്റ്റെപ്സ്. അപ്പോൾ നോട്ട് പാഡിൽ നിന്നും എക്സിറ്റ് ആവുന്നതിന് വേണ്ടി എന്തൊക്കെ സ്റ്റെപ്സാണ് ഫോളോ ചെയ്യേണ്ടത്? നമ്പർ 1, ക്ലിക്ക് ഓൺ ദ ഫയൽ മെനു. ദ ഫയൽ മെനു ക്ലിക്ക് ചെയ്യുക.
then click on the exit option അല്ലേ. എക്സിറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. the window will get closed അല്ലേ. അപ്പോൾ എക്സിറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എന്തെയ്യുന്നു, വിൻഡോ ക്ലോസ് ആവുന്നത്, നോട്ട് പാഡ് വിൻഡോ ക്ലോസ് ആവുന്നു. We can also close the window by clicking on the close button from the top right corner of the title bar അല്ലേ. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ടൈറ്റിൽ ബാറിൻ്റെ ഇതെവിടെ ടോപ്പ് റൈറ്റ് കോർണറിൽ ഇതെവിടെ ക്ലോസ് ബട്ടൺ ഉണ്ട് അല്ലേ. അപ്പോൾ ഈ ക്ലോസ് ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തിനു സാധിക്കുന്നു, ഈ വിൻഡോ നോട്ട് പാഡ് വിൻഡോ ക്ലോസ് ചെയ്യുന്നതിന് സാധിക്കുന്നു. ഓക്കെ, ഈസ് ഇറ്റ് ക്ലിയർ? ഇവിടെ എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നതെന്ന് നോക്കിക്കോളൂ. നോട്ട് പാഡ് ഈസ് എ ടെക്സ്റ്റ് എഡിറ്റർ പ്രോഗ്രാം. നമ്മൾ പഠിച്ച കാര്യമാണ്. നോട്ട് പാഡ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ടെക്സ്റ്റ് എഡിറ്റർ പ്രോഗ്രാമാണ്. മിനിമൈസ് ബട്ടൺ ഹെൽപ്സ് us ടു മിനിമൈസ് ദ ഓപ്പൺ വിൻഡോ അല്ലേ. അപ്പോൾ ഓപ്പൺ വിൻഡോ നോട്ട് പാഡ് വിൻഡോ മിനിമൈസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഏത് ബട്ടണാണ് പ്രസ് ചെയ്യുന്നത്, മിനിമൈസ് ബട്ടൺ. then a font is typically measured in a point size. ഒരു ഫോണ്ട് എപ്പോഴും അതിൻ്റെ സൈസ് മെഷർ ചെയ്യുന്നത് എന്തിലാണ്, പോയിൻറ്റ് സൈസിലാണ്. ഓക്കെ, ഈസ് ഇറ്റ് ക്ലിയർ? let us move on to the note. All of you open your notebook, write today's date. Please listen to the hard words. File menu, FILEMENU, file menu. Dialog box, DIALOGBOX, dialog box. Exiting, EXITING, exiting. Immediately, IMMEDIATELY, immediately. All of you write these hard words 5 times neatly, touching the lines, and send it to me. Okay, bye children. Good morning, my dear butterflies. How are you? All are fine? Yes, very happy ആയിട്ടിരിക്കുവാണല്ലോ. യെസ്, പഠിക്കാൻ റെഡി ആയിട്ടിരിക്കുവാണ്. അപ്പോൾ ടീച്ചർ ഒന്ന് പഠിപ്പിക്കുന്നത് ഇംഗ്ലീഷാണ്. നമ്മൾ എന്തായിരുന്നു പ്രീവിയസ് ക്ലാസ്സിൽ പഠിച്ചത്, ന്യൂ ലെസനൊക്കെ നമ്മൾ സ്റ്റോറി പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇറ്റ്സ് കണ്ടന്റ് ഫർ ട്രീ അല്ലേ. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ സ്റ്റോറിയാണ്. ബാക്കി എന്താണ് നമുക്കറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എക്സൈറ്റഡ് ആയിട്ടിരിക്കുവാണ്. അപ്പോൾ നമുക്ക് കണ്ടിന്യൂഷൻ സ്റ്റോറി പഠിക്കാം. മീനിങ്സ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ ചിൽഡ്രൻ? All of you take your textbook. Please listen here, page number 4. Okay. Oh, billy goats, please don't eat my leaves. I want everyone to admire them, cried the fir tree. The billy goats replied, we are very hungry. We will eat them all up. They ate up all the leaves of the fir tree. Then they walked away. The fir tree wept again. It said to the wood fairy, don't want any green leaves. I will never be happy or discontented. I don't want gold leaves, glass leaves, or broad soft leaves. Please give me back my green needles. I will always be happy and contented with my green needles. The wood fairy gave it back its sharp, stiff needles. The next morning, the little fir tree stood happily in its evergreen dress. അപ്പോൾ നമ്മുടെ ഫർ ട്രീ പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചത്, ഫർ ട്രീ ഇങ്ങനെ ഗ്രീൻ ലീവ്സ്, വെരി ഗോൾഡൻ കളറിലുള്ള ലീവ്സൊക്കെ ആയിട്ട്, ഗ്രീൻ സ്മൂത്ത് ലീവ്സൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ അവിടെ 3 ബില്ലി ഗോഡ്സ് വന്നു നമ്മുടെ ഫർ ട്രീൻ്റെ ലീവ്സൊക്കെ, ഗോൾഡൻ ലീവ്സൊക്കെ കഴിക്കുമായിരുന്നല്ലേ. ദേ റാൻ ഇറ്റ് ആൻഡ് സ്റ്റാർട്ടഡ് ഈറ്റിംഗ് ഇറ്റ്സ് ടേസ്റ്റി ലീവ്സിനെയൊക്കെ കഴിച്ചു. അതുവരെയാണ് നമ്മൾ സ്റ്റോറി പറഞ്ഞത്. അതിനുശേഷം ബില്ലി ഗോഡ്സ്, പ്ലീസ് ഡോണ്ട് ഈറ്റ് മൈ ലീവ്സ്. ഐ വാണ്ട് എവരിവൺ ടു അഡ്മയർ ദം, cried the fir tree. The billy goats replied, we are very hungry. We will eat them all up. They ate up all the leaves of the fir tree. Then they walked away. എന്താ പറയുന്നത്, ബില്ലി ഡക്സിനോട് ബില്ലി ഗോഡ്സിനോട് പറയുന്നുണ്ട്, പ്ലീസ് ഡോണ്ട് ഈറ്റ് മൈ ലീവ്സ്. നിങ്ങൾ എൻ്റെ ലീവ്സ് ഒന്നും കഴിക്കരുതേ എന്ന് നമ്മുടെ ഫർ ട്രീ
കരഞ്ഞ് പറയുകയാണല്ലേ. ദ ബില്ലി ഗോട്ട്സ് റിപ്ലൈഡ്. ബില്ലി ഗോട്ട്സ് എന്താണ് റിപ്ലൈ ചെയ്തത്? വി ആർ വെരി ഹംഗ്രി. ഞങ്ങൾക്ക് നന്നായിട്ട് വിശപ്പുണ്ട്. വി വിൽ ഈറ്റ് ദം ഓൾ അപ്പ്. ഞങ്ങൾ ഇതെല്ലാം കഴിക്കാൻ പോവുകയാണ്, കഴിക്കും. ദേ ഏറ്റ് അപ്പ് ഓൾ ദ ലീവ്സ് ഓഫ് ദ ഫുഡ് ട്രീ. ദെൻ ദേ വാക്ക് എവേ. എല്ലാ ലീവ്സും കഴിച്ചതിന് ശേഷം ഇവർ എന്ത് ചെയ്തു? ദെൻ ദേ വാക്ക് away. The fir tree wept again. ഫർ ട്രീക്ക് ഭയങ്കരമായ വിഷമം വന്നു. നമ്മുടെ വുഡ് ഫെയറിയോട് പിന്നെയും ആവശ്യപ്പെടുന്നുണ്ട്. ഐ ഡോണ്ട് വാണ്ട് എനി ഗ്രീൻ ലീവ്സ്. എനിക്കിനി ഗ്രീൻ ലീവ്സേ ആവശ്യമില്ല. ഐ വിൽ നെവർ ബി അൺഹാപ്പി ഓർ ഡിസ്കണ്ടഡ്. ഞാനിനി അൺഹാപ്പി ആയിട്ടിരിക്കുകയോ ഡിസ്കണ്ടഡ് ആകത്തില്ല. ഐ ഡോണ്ട് വാണ്ട് ഗോൾഡ് ലീവ്സ്, ഗ്ലാസ് ലീവ്സ് ഓർ ബ്രോഡ് സോഫ്റ്റ് ലീവ്സ്. എനിക്കെന്താണ്? എനിക്ക് ഗോൾഡ് ലീവ്സോ ഗ്ലാസ് ലീവ്സോ ബ്രോഡ് ആൻഡ് സോഫ്റ്റ് ലീവ്സോ ഒന്നും തന്നെ എനിക്ക് വേണ്ട. പ്ലീസ് ഗിവ് മീ ബാക്ക് മൈ ഗ്രീൻ നീഡിൽസ്. എനിക്കെൻ്റെ ഗ്രീൻ നീഡിൽസ് തിരികെ തരണം. ഐ വിൽ ഓൾവേസ് ബി ഹാപ്പി ആൻഡ് കണ്ടൻറ്റഡ് വിത്ത് മൈ ഗ്രീൻ ലീവ്സ്. ഞാൻ എപ്പോഴും എന്തായിരിക്കും? ഹാപ്പിയും തൃപ്തിയുള്ളവനുമായിരിക്കും. ഞാൻ എൻ്റെ ഗ്രീൻ നീഡിൽസിനെ ഇനി ഒരു രീതിയിലും അൺഹാപ്പി ആകത്തില്ല. ദ വുഡ് ഫെയറി ഗേവ് ഇറ്റ് ബാക്ക് ഇറ്റ്സ് ഷാർപ്പ് സ്റ്റിഫ് നീഡിൽസ്. വുഡ് ഫെയറി എന്ത് ചെയ്തു? ഫെർ ട്രീൻ്റെ വാക്ക് കേട്ട് തിരികെ അതുപോലെ ഫെർ ട്രീൻ്റെ ഗ്രീൻ നീഡിൽസൊക്കെ തിരിച്ച് കൊടുത്തു. ദ നെക്സ്റ്റ് മോർണിംഗ് ദ ലിറ്റിൽ ഫെർ ട്രീ സ്റ്റൂഡ് ഹാപ്പിലി ഇൻ ഇറ്റ്സ് എവറി ഗ്രീൻ ഡ്രസ്. അവൻ എന്താണ്? പിന്നെയും നെക്സ്റ്റ് മോർണിംഗ് മുതൽ പഴയതുപോലെ വളരെയധികം പഴയതിനേക്കാൾ വളരെ സന്തോഷത്തോടെ അവൻ്റെ ഗ്രീൻ ലീവ്സ് ഗ്രീൻ ഡ്രസ്സിൽ സുന്ദരനായിട്ട് നിന്നു, ഹാപ്പി ആയിട്ട് നിന്നു. ഓക്കെ ചിൽഡ്രൻ. ഓക്കെ, നെക്സ്റ്റ് മീനിങ്സ്. സ്റ്റിഫ്, ഡിഫിക്കൽട്ട് ടു ബെൻഡ് ഓർ മൂവ്. സ്റ്റിഫ് മീനിങ്സ് ഡിഫിക്കൽട്ട് ടു ബെൻഡ് ഓർ മൂവ്. വളയാനോ ബെൻഡ് ചെയ്യാനോ മൂവ് ചെയ്യാനോ ബുദ്ധിമുട്ട് ഉള്ളത്. സ്റ്റിഫ്. ബോ, a large branch of a tree. Sparkling, shining brightly. തിളങ്ങുന്നത്, വെട്ടി തിളങ്ങുന്നതായ. Sparkling. Violently, with great force. Contented, feeling happy and satisfied. Contented means സന്തോഷവും സാറ്റിസ്ഫൈഡുമായിട്ടുള്ളത്. Bleating, a sound that sheep and goat make. ഷീപ്പും ഗോഡ്സും ഉണ്ടാക്കുന്ന സൗണ്ട്, മേക്ക് ചെയ്യുന്ന സൗണ്ട്. ഓക്കെ, ഗ്രാൻറ്റഡ് ഇറ്റ്സ് വിഷ്, ഗിവ് ഇറ്റ് വാട്ട് ഇറ്റ് വാണ്ടഡ്. ഓക്കെ ഓക്കെ ഇനി നമുക്ക് ഈ ലെസനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസറാണ് നോക്കാനുള്ളത്. റൈറ്റ് കംപ്ലീറ്റ് ആൻസേഴ്സ് ടു ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. Write complete answers to the following questions. First one, what did the fir tree have? What did the fir tree have? The fir tree had dark green needles and a thick and straight trunk. Okay, then second one, the fir tree wished for 3 kinds of leaves. Fir tree ke wish ചെയ്ത് കിട്ടിയ 3 kinds of leaf ഏതൊക്കെയാണ്? Gold, glass, broad and smooth green leaves. Okay, then third one, who granted the wishes of the fir tree? The wood fairy granted the wishes of the fir tree. What did the robber do? The robber plucked all the gold leaves from the fir tree. Okay, then what did the strong and cruel wind do? The strong and cruel wind broke the smooth green leaves. What did the billy goats do? Billy goats ate the broad and smooth green leaves. എന്താണ് billy goats ചെയ്തത്? The billy goats ate the broad and smooth green leaves. Okay, last one. What did the fir tree ask for finally? The fir tree asked for its own green needles back. എന്താണ് ഫൈനൽ ആയിട്ട് നമ്മുടെ ഫെർ ട്രീ ആവശ്യപ്പെട്ടത് വുഡ് ഫെയറിയോട്? ദ ഫെർ ട്രീ asked for its own green needles back. Okay, all of you take your notebooks. Meanings ആണ് നമുക്ക് നോട്ടിൽ എഴുതാനുള്ളത്. സ്റ്റിഫ്, ഡിഫിക്കൽട്ട് ടു ബെൻഡ് ഓർ മൂവ്. നെക്സ്റ്റ്, sparkling, shining brightly. Shining,
brightly, violently, with great force, contented, feeling happy and satisfied. Next, write complete answers to the following questions. What did the fir tree have? The fir tree had dark green needles and a thick and straight trunk. Second one, the fir tree wished for 3 kinds of leaves. List them. First, gold, glass, broad and smooth green leaves. Third one, who granted the wishes of the fir tree? The wood fairy granted the wishes of the fir tree. What did the robber do? The robber plucked all the gold leaves from the fir tree. What did the strong and cruel wind do? The strong and cruel wind broke and smooth green leaves. Sixth one, what did the billy goats do? The billy goats ate the broad and smooth green leaves. What did the fir tree ask for finally? The fir tree asked for its own green needles back. അപ്പോൾ മീനിങ്സും ക്വസ്റ്റ്യൻ ആൻസറും കുറച്ച് കൂടുതലാണ്. അപ്പോൾ സാറ്റർഡേ സൺഡേ ടൈമുണ്ട്. ടൈം എടുത്ത് നോട്ട്സ് എഴുതി ഫിനിഷ് ചെയ്ത് ടീച്ചറിനെ കാണിച്ചാൽ മതിയാകും. ഓക്കെ ചിൽഡ്രൻ? നമുക്കിന്ന് ഹിന്ദിയിൽ പഠിക്കേണ്ടത് പ്രീവിയസ് ക്ലാസ്സിലെ മേള എന്ന് പറയുന്ന ലെസന്റെ കണ്ടിന്യൂഷൻ ആണ്. നമ്മൾ റൈമാണ്, മേള എന്ന ഒരു റൈമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ദസറ എന്ന ഫെസ്റ്റിവലില് മേള കാണാൻ പോകുന്ന ഒരു ദൃശ്യത്തിന്റെ ക്ലാസ് ആണ് കേട്ടോ, ലെസൺ ആണ് കേട്ടോ. അത് ടീച്ചർ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ ഫസ്റ്റ് 4 ലൈൻസ് പഠിച്ചു, അതിന്റെ കണ്ടിന്യൂഷൻ ആണ് കേട്ടോ. പ്ലീസ് ലിസൺ. ഓക്കേ ചിൽഡ്രൻ, പ്ലീസ് ലിസൺ ഹിയർ. മേള. वागफी उनके साथ मेला देखने जाना चाहती थी. पापा के आते ही वे मेला देखने चल दिए. उधर सबने झूले झूले, फिर भालू का खेल देखा. वागफी उनके साथ मेला देखने जाना चाहती थी. ആരാണ് ഈ വഹ എന്ന് പറഞ്ഞിരിക്കുന്ന? ആരാണ് വാഗഫി? ഹേമ അല്ലേ? ഹേമാണ്. ഹേമയുടെ സഹേലി മേഘ. മേഘയും വന്നു. അതുവരെയാണ് നമ്മൾ പഠിച്ചു നിർത്തിയത് കേട്ടോ, ഫസ്റ്റ് 4 ലൈൻസ്. അപ്പൊ ആ മേഘയും കൂടെ ദേവേഷിനോടും ഹേമയോടും ഒപ്പം മേള കാണാൻ പോകാൻ ആഗ്രഹിച്ചിരുന്നു. ജാനാ ചാഹത്തി थी. വധുഫി ഉൻകെ സാത്ത് മേള देखने जाना चाहती थी. पापा के आते ही वे मेला देखने चल दिए. പപ്പ വന്നപ്പോൾ തന്നെ പപ്പയും കൂടെ അവരോടൊപ്പം മേള കാണാൻ പോയി. ഉധർ സബ്നെ ചൂലെ ചൂലെ. ഉധർ അവിടെ, സബ്നെ എല്ലാവരും ഊഞ്ഞാലാടുകയായിരുന്നു. ചൂലെ ചൂലെ. then फिर भालू का खेल देखा. फिर പിന്നീട് ഭാലു. ഭാലു ആരാണ്? കരടി. കരടിയുടെ खेल കണ്ടു, പ്ലേ കണ്ടു. കരടിയുടെ പ്ലേ കണ്ടു. once more reading, please listen. वागफी उनके साथ मेला देखने जाना चाहती थी. पापा के आते ही वे मेला देखने चल दिए. उधर सबने झूले झूले, फिर भालू का खेल देखा. Okay teacher, text വായിച്ച് പറഞ്ഞുതരാം. Okay children, all of you take your text, page number 39. പ്രീവിയസ് ക്ലാസ്സിലെ കണ്ടിന്യൂഷൻ ആണെന്ന് ടീച്ചർ പറഞ്ഞു. ഓക്കെ, പ്ലീസ് ലിസൺ. വാഗഫി ഉൻകെ സാത്ത് മേള ദേഖ്നെ ജാനാ ചാഹത്തി थी. വാഗഫി ഉൻകെ സാത്ത്. വാഗഫി എന്ന് പറയുന്നത് ഇവിടെ ആരാണ്? ഹേമയുടെ ഫ്രണ്ട് മേഘ. മേഘയാണ് വന്നത് അല്ല, അതുവരെ നമ്മൾ പഠിച്ചു നിർത്തി അല്ലേ. ദെൻ നെക്സ്റ്റ് ആണ് മേഘയാണ് അത് കേട്ടോ. വാഗഫി മേഘയും കൂടെ ഉൻകെ സാത്ത് മേള ദേഖ്നെ ജാന ചാഹത്തി थी അല്ലേ. മേഘയും ഹേമയും ദേവേശുമാണ് അല്ലേ. ദേവേശുമാണ് ദസറ ഫെസ്റ്റിവലിൽ മേള കാണാൻ ആഗ്രഹിച്ചിരുന്നത്. ദെൻ
पापा के आते ही वे मेला देखने चल दिए. പപ്പ വന്നപ്പോൾ തന്നെ പപ്പയും കൂടെ വന്നു അവരോടൊപ്പം മേള കാണാൻ പോകാനായിട്ട്. ദേഖ്നെ ചൽ ദിയേ. ദെൻ ഉദർ സബ്നെ ചൂലെ ചൂലെ അവിടെ എല്ലാവരും ഊഞ്ഞാലാടുകയായിരുന്നു. ഫിർ പിന്നെ ഫാലൂക്ക ഖേൽ ദേക്ക പിന്നെ ഫാലൂക്ക ഖേൽ ദേക്ക. ഫാലു ആരാണ്? കരടി അല്ലേ, ആനിമൽ കരടിയാണ് അല്ലേ. ഫാലുവിൻ്റെ ഖേൽ കണ്ടു, പ്ലേ കണ്ടു, കരടിയുടെ പ്ലേ കണ്ടു. വൺസ് മോർ ടു റീഡിംഗ്, പ്ലീസ് ലിസൺ ചിൽഡ്രൻ. ബഹു भी उनके साथ मेला देखने जाना चाहती थी. पापा के आते ही वे मेला देखने चल दिए. उधर सबने झूले झूले. फिर फालू का खेल देखा. All of you take your notebook, write today's date and day, then write the meanings. Udar, there. Sabne, all. Chule, chule, swing. Once more to reading. Udhar, there. Sabne, all. Chule, chule, swing. Khel, play. എന്താണ് ഉധർ? ദയർ അവിടെ. സബ്നെ ആൾ എല്ലാവരും. ചൂലെ ചൂലെ സ്വിങ് ഊഞ്ഞാലാടുന്നതിനെയാണ് ചൂലെ ചൂലെ എന്ന് പറയുന്നത്. സ്വിങ് ഊഞ്ഞാൽ. ഖേൽ പ്ലേ. എന്താണ് ഖേൽ? പ്ലേ കളിക്കുക, കളി. കേട്ടോ? ഓക്കെ ചിൽഡ്രൻ, നീറ്റായിട്ട് 5 times തന്നെ എഴുതണം. 5 times എഴുതി ടീച്ചറിന് വാട്സപ്പ് ചെയ്ത് റൈറ്റ് 5 times ആൻഡ് ബ്യൂട്ടിഫുള്ളായിട്ട് എഴുതി ടീച്ചറിന് വാട്സപ്പ് ചെയ്ത് തരണം. ഓക്കെ, താങ്ക് യു ചിൽഡ്രൻ.